സ്വാർത്ഥരഹിത ജീവിതം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഗലാത്യർ 6:2 ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ഒരു സന്യാസിയോടൊത്ത് ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. മഞ്ഞുവീഴ്ച തുടങ്ങിയാൽ അവരുടെ ജീവന് അപകടം നേരിടും. അതുകൊണ്ട് ഇരുട്ടാകുന്നതിന് മുൻപേ പെട്ടെന്ന് നടന്നു നീങ്ങണമെന്ന് സന്യാസി സുന്ദർ സിംഗിനോട് ആവശ്യപ്പെട്ടു. അവർ ധൃതിയായി നടന്നു പോകുമ്പോൾ ദയനീയമായ ഒരു കരച്ചിൽ കേട്ടു. വീണ് മുറിവേറ്റ ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു അത്. സുന്ദർ സിംഗ് അവിടേക്ക് ചെന്ന് ആ മനുഷ്യനെ സഹായിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അയാളെ സഹായിക്കുവാൻ പോയാൽ ഇരുട്ടായി മഞ്ഞുവീഴ്ച തുടങ്ങുന്നതിന് മുൻപേ ഇവിടം കടന്നുപോകുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് സന്യാസി പറഞ്ഞു. മരണാസന്നനായ ആ എളിയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ സുന്ദർ സിംഗിന് മനസ്സായില്ല. ആ സഹോദരനെ സഹായിക്കുവാനായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ ഇതുവഴി കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ച് താൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയി. സന്യാസി കാത്തുനിന്നില്ല. അദ്ദേഹം തനിയെ നടന്നുപോയി. നടക്കുവാൻ ബലമില്ലാത്ത ആ മനുഷ്യനെ കമ്പിളി കൊണ്ട് പൊതിഞ്ഞ് തൻ്റെ ചുമലിൽ വഹിച്ച് സുന്ദർ സിംഗ് നടന്നു. നിസ്സഹായനായ ആ മനുഷ്യനെയും ചുമന്നുകൊണ്ട് മല കയറുന്നത് വളരെ പ്രയാസമായിരുന്നു. എന്നിരുന്നാലും താൻ വളരെ കുഴഞ്ഞ് നടന്നു നീങ്ങി. അവസാനം അല്പം അകലെയുള്ള ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് താൻ യാത്ര തുടരുമ്പോൾ മഞ്ഞു മൂടിയ ഒരു വലിയ കെട്ട് വഴിയിൽ കിടക്കുന്നത് കണ്ടു. അന്വേഷിച്ചപ്പോൾ തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന സന്യാസിയുടെ മൃതശരീരമാണ് ആ കിടക്കുന്നതെന്ന് അറിഞ്ഞ് താൻ ഭയപ്പെട്ടു. ആ സാധു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുള്ള ചൂട് സുന്ദർ സിംഗിന് ലഭിച്ചപ്പോൾ തണുപ്പിൽ മരവിച്ച് മരിക്കാതെ താൻ രക്ഷപ്പെട്ടു. സിംഗിൽ നിന്നുള്ള ചൂട് നിസ്സഹായനായ ആ മനുഷ്യന് ലഭിച്ചപ്പോൾ അയാളും ജീവിപ്പിക്കപ്പെട്ടു. മറ്റുള്ളവരുടെ ഭാരം വഹിക്കുന്നതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും പുതുജീവൻ ലഭിക്കുന്നു എന്നത് എത്ര വാസ്തവം! ക്രിസ്തീയ ജീവിതം സ്വാർത്ഥരഹിത ജീവിതമാണ്. അത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഭാരങ്ങളും വഹിക്കുക മാത്രമല്ല, അവരുടെ ബലഹീനതകളും അകൃത്യങ്ങളും കൂടെ വഹിക്കുന്ന ജീവിതമാണ്. ദൈവത്തിൻ്റെ പ്രതീക്ഷ നാം എത്രത്തോളം നിവർത്തിക്കുന്നുവെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം.